നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ മാനന്തവാടിയിൽ നടന്നു. കേബിൾ ടിവി മേഖലയിലെ പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് OR കേളു MLA. കുത്തകകൾക്കെതിരെ സമരം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും MLA. കർഷകർക്ക് പ്രതീക്ഷ. ജപ്തി നടപടികൾ നിർത്തിവെച്ച് ഡിസംബർ 31 വരെ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ കടാശ്വാസ നടപടികളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ. കൽപ്പറ്റ നഗരസഭ മുൻ UDF ഭരണസമിതിക്കെതിരെ LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ. മുൻ ഭരണസമിതി കാരാപ്പുഴ പദ്ധതിയെ അഴിമതി പദ്ധതിയാക്കി മാറ്റിയെന്നും നേതാക്കൾ. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്നുവരുന്ന കർഷക പ്രക്ഷോഭങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ കർഷക സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന വയനാട് പ്രകൃതി സംരക്ഷണ സമിതി. വന്യമൃഗശല്യത്തിന് വനപാലകർ ശാശ്വത പരിഹാരം കാണണമെന്നും പ്രകൃതി സംരക്ഷണ സമിതി. റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം കരാറുകാർ അട്ടിമറിക്കുന്നതായി ഓൾ കേരള റേഷൻ അസോസിയേഷൻ. ഇത്തരം നടപടികളോട് പ്രത്യക്ഷ സമരമെന്നും അസോസിയേഷൻ. പുൽപ്പള്ളിയിൽ ബ്ലേഡ് മാഫിയ ഭൂമി തട്ടിയെടുത്ത സംഭവം. നടപടി ഉണ്ടായില്ലെങ്കിൽ ഭൂമി തിരിച്ചുപിടിക്കുമെന്ന് ബ്ലേഡ് വിരുദ്ധ ജനകീയ സമിതി. കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇത്തരക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും സമരസമിതി. NH 766 നവീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ. ദേശീയപാത അതോറിറ്റിയും വനംവകുപ്പും തമ്മിലുള്ള തർക്കമാണ് നവീകരണം നീളാൻ കാരണം. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി മേഖലയിലെ പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് OR കേളു MLA. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ മാനന്തവാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കുത്തകകൾക്കെതിരെയുള്ള സമരം ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേബിൾ ടിവി മേഖലയിലെ പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് OR കേളു MLA പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ കൺവെൻഷൻ മാനന്തവാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തകകൾക്കെതിരെ സമരം ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേബിൾ ടിവി രംഗം പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കുത്തക കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം കാരണം ദുരിതമനുഭവിക്കുന്നത് ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരാണ്. വൈദ്യുതി പോസ്റ്റിന് ഇപ്പോൾ 400 രൂപയാണ് നൽകേണ്ടത്. ഇത് ഭീമമായ തുകയാണ്. ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്നും MLA പറഞ്ഞു. ടെലിഫോൺ പോസ്റ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ടെലിഫോൺ പോസ്റ്റൊക്കെ ഇപ്പോൾ പോയി. അതൊക്കെ പോയി ഇപ്പോൾ എല്ലാം മൊബൈൽ വന്ന് മറ്റേ ഇതിലേക്ക് വന്ന് അതൊക്കെ പോയി. ഇതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ഇലക്ട്രിക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ താരിഫിൻ്റെ ഒരു വർധനയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ നേരത്തെ എനിക്ക് അറിയാമായിരുന്നു, പ്രതി കേട്ടിട്ടുണ്ട്, അറിയാം. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ക്രിയാത്മകമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും പിന്നെ എനിക്ക് തോന്നുന്നത് ഏതായാലും എനിക്കൊരു വിശ്വാസമുണ്ട്, എന്തെങ്കിലും ഒരു ഇളവ് ഏതായാലും പ്രഖ്യാപിക്കാതിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യാശ. തീർച്ചയായിട്ടും ഇന്നത്തെ ഗവൺമെൻറ് സംബന്ധിച്ചുള്ള ഒരു ഈ നാൾ വരെ എടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൽ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ എനിക്ക് അങ്ങനെ ഊഹിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് അധ്യക്ഷനായിരുന്നു. KSCBയുടെ കോർപ്പറേറ്റ് പ്രീണനം അവസാനിപ്പിക്കണമെന്നും പ്രാദേശിക കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ അന്യായമായി ദ്രോഹിക്കുന്ന KSCB നിലപാട് തിരുത്തണമെന്നും ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടവത്ത് മുഹമ്മദ്, COA സംസ്ഥാന സെക്രട്ടറി സജീവ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K ഗോവിന്ദൻ, M മൻസൂർ, വിജിത് വെള്ളമുണ്ട, ബിജു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അഷ്റഫ് പൂക്കയിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മറ്റ് നിരവധി പ്രമേയങ്ങളും കൺവെൻഷനിൽ അവതരിപ്പിക്കപ്പെട്ടു. വയനാട് വിഷൻ, മാനന്തവാടി. കർഷകർക്ക് പ്രതീക്ഷ. കർഷകരുടെ എല്ലാ വായ്പകളുടെയും ജപ്തി നടപടികൾ നിർത്തിവെച്ച് ഡിസംബർ 31 വരെ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കടാശ്വാസ വായ്പാ പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്തി. ഇടുക്കി, വയനാട് ജില്ലകളിൽ 9 കർഷകർ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ കർഷകാശ്വാസ നടപടികളിൽ ഏറെ പ്രയോജനമാണ് വയനാട് ജില്ലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രളയത്തിൽ 1000 കോടി രൂപയുടെ കാർഷിക നഷ്ടമുണ്ടായ ജില്ലയ്ക്ക് സർക്കാർ നടപടി കരുത്താകും.
കർഷകർക്ക് 6 മാസം മുമ്പ് എടുത്ത വായ്പകൾക്ക് വരെ ആശ്വാസം ലഭിക്കും. കാർഷിക കടാശ്വാസം ലഭിക്കാനുള്ള തീയതി 2018 ആഗസ്റ്റ് 31 വരെയാണ് ദീർഘിപ്പിച്ചത്. നിലവിൽ ഇത് 2014 മാർച്ച് 31 വരെയായിരുന്നു. LDF സർക്കാർ വന്ന ശേഷം രണ്ടാം തവണയാണ് കാർഷിക കടാശ്വാസത്തിന്റെ തീയതി നീട്ടിയത്. കഴിഞ്ഞ ജൂണിലാണ് നേരത്തെ തീയതി ദീർഘിപ്പിച്ചത്. അതുവരെ വയനാട്ടിൽ 2011 ഒക്ടോബർ 31 വരെയുള്ള കടാശ്വാസ വായ്പാ കുടിശ്ശികയ്ക്ക് മാത്രമാണ് കടാശ്വാസ കമ്മീഷൻ പരിഗണിച്ചിരുന്നത്. ഇത് ആദ്യം 2014 മാർച്ച് വരെ നീട്ടി. ഇപ്പോൾ 6 മാസം മുമ്പ് വരെ എടുത്ത വായ്പകൾക്കും ആശ്വാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. കടാശ്വാസത്തിന്റെ പരിധി ₹1,00,000 നിന്നും 2,00,000 ഉയർത്താനുള്ള തീരുമാനവും പ്രതിസന്ധിയിലായ കർഷകർക്ക് സഹായകരമാവും. 3 വർഷം കൊണ്ട് 5 കോടി രൂപ ജില്ലയിൽ കാർഷിക കടാശ്വാസമായി നൽകിയിട്ടുണ്ട്. ഇതിലൂടെ നൂറുകണക്കിന് കർഷകർ ജപ്തിയിൽ നിന്ന് ഒഴിവായി. വിളനാശമുള്ള നഷ്ടത്തിന് ധനസഹായം 100% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലെ വലിയ ഗുണഭോക്താക്കളായി വയനാട്ടിലെ കർഷകർ മാറി. പ്രളയകാലത്തെ വിളനഷ്ടത്തിനും ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ 67,200 ഹെക്ടർ കാപ്പിയും 7,700 ഹെക്ടർ കുരുമുളകുമാണ് ജില്ലയിൽ നശിച്ചത്. പൊതുമേഖലാ വാണിജ്യ സഹകരണ ബാങ്കുകളിൽ നിന്ന് കർഷകർ എടുത്തിട്ടുള്ള മുഴുവൻ വായ്പകൾക്കും 2019 ഡിസംബർ 31 വരെയാണ് ഇപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതും കർഷകർക്ക് ഏറെ ആശ്വാസം നൽകും. വാണിജ്യ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾക്കും കടാശ്വാസം നൽകാനുള്ള ശ്രമങ്ങളിലാണ് കർഷകർ ഇപ്പോൾ. ഇതുകൂടി സാധ്യമായാൽ കടബാധ്യതകളിൽ നിന്നും കർഷകർ വലിയൊരളവിൽ മുക്തരാകും. വയനാട് വിഷൻ, കൽപ്പറ്റ. സർക്കാരിന്റെ കടാശ്വാസ നടപടികളെ സ്വാഗതം ചെയ്തതായി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ. എന്നാൽ മൊറട്ടോറിയം പ്രഖ്യാപനം കൊണ്ട് മാത്രം പോരാ, ഈ കാലയളവിലെ വായ്പാ പലിശ കൂടി ഒഴിവാക്കി നൽകാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണം. വെറും മൊറട്ടോറിയം പ്രഖ്യാപനം വായ്പയെടുത്തവരെ കൂടുതൽ കടക്കാരനാക്കുമെന്നും KJ ദേവസ്യ പറഞ്ഞു. കടക്കണിയിൽപ്പെട്ട കർഷകരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ മനസ്സുവെച്ചത് സ്വാഗതാർഹമാണ്. എന്നാൽ മൊറട്ടോറിയം എന്നത് ഡിസംബർ 31 വരെ നീട്ടിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം കടബാധ്യത പലിശ കൂടുക മാത്രമാണ് ചെയ്യുന്നത്. പലിശയ്ക്ക് കൂട്ടുപലിശ അടക്കം ഗവൺമെന്റുകൾ എടുക്കും. അതുപോലെ തന്നെ 2014 ശേഷം എടുത്ത കടം 30 വരെയുള്ളത് അതിൽ സഹായം നൽകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും കടക്കാരായ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രദ്ധിച്ചു എന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ ഈ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടും 5 ലക്ഷം രൂപയുള്ള കാർഷിക കടങ്ങളും അതുപോലെ തന്നെ കർഷകരെടുത്ത കാർഷികേതര കടങ്ങളും അതിനും ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രദ്ധിക്കണം. NH 766 നവീകരണ പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിൽ. ദേശീയപാത അതോറിറ്റിയും വനംവകുപ്പും തമ്മിലുള്ള തർക്കമാണ് നവീകരണം നീളാൻ കാരണമായിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ശ്രമമുണ്ടായെങ്കിലും അതും വിജയിച്ചില്ല. ദേശീയപാത 766 നവീകരണമാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് വീതി കൂട്ടിയുള്ള നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. കൈനാട്ടി മുതൽ സംസ്ഥാന അതിർത്തിയായ മൂലഹള്ള വരെയാണ് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി 55 കോടി രൂപയാണ് കേന്ദ്ര ഉപരിതല വകുപ്പ് അനുവദിച്ചത്. നവീകരണ പ്രവൃത്തി നായ്ക്കട്ടി ചിത്രാലക്കരയിലെത്തിയപ്പോഴാണ് വനഭൂമിയും ദേശീയപാതയും അതിർത്തി സംബന്ധിച്ച ഇരുകൂട്ടരുടെയും തർക്കം രൂക്ഷമായത്. വനഭൂമി കയ്യേറിയാണ് നവീകരണ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് കാണിച്ച പ്രവൃത്തികൾ വനംവകുപ്പ് തടഞ്ഞു. തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി പലവട്ടം ശ്രമം നടത്തിയെങ്കിലും പരിഹാരമായില്ല. ഇതിനിടയിൽ പ്രശ്നം മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി. എന്നാൽ പ്രശ്നപരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സംയുക്ത സർവേയും എങ്ങുമെത്താതെ കിടക്കുകയാണ്. ഇതോടെ നവീകരണം പാതിവഴിയിലായി കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. കോഴിക്കോട് കൊല്ലേകൽ ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തികൾ വനം വകുപ്പ് ഇടപെട്ട് തടഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി. ഏതാണ്ട് 6 മാസത്തോളമായിട്ട് ആ പ്രവൃത്തി മുടങ്ങിക്കിടക്കുകയാണ്. അതിനെ തുടർന്ന് ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വിഷയം ഏറ്റെടുക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വരെ വിഷയം എത്തുകയും അദ്ദേഹം എല്ലാ വകുപ്പുകളും ചേർന്നിട്ട് ഒരു സംയുക്ത സർവേ നടത്തിക്കൊണ്ട് വനം വകുപ്പുമായിട്ട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് വരാൻ നിർദ്ദേശിച്ചതാണ്. ശേഷം ഒരു സംയുക്ത സർവേ നടന്നിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒരു ഫലം എന്താണെന്നോ ആ സർവേയുടെ ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വനാതിർത്തി വരെയുള്ള ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്, വീതി കൂട്ടിയിട്ടുണ്ട്, കലിങ്ക് നിർമ്മിച്ചിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. അതിനുശേഷം വനം ആരംഭിക്കുന്ന അവിടെ തൊട്ടങ്ങോട്ട് പഴയ ദേശീയപാത തന്നെയാണ് ഇവിടെയുള്ളത്. ഇതിലുള്ള ഏറ്റവും വലിയൊരു ചതി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അപകടം വനം വകുപ്പിന്റെ ഒരു ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ദേശീയപാതയുടെ നവീകരണം അതായത് വീതി കൂട്ടൽ നടന്നിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിലുള്ള വീതി ദേശീയപാതയ്ക്ക് ലഭ്യമല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേശീയപാത എന്നുള്ളൊരു പദവി ഇവിടെ നിന്ന് എടുത്തു കളയുമെന്നുള്ളത് ഉറപ്പാണ്. അത് സാധാരണ ഒരു ഗ്രാമപാതയായിട്ട് മാറും. അതോടുകൂടി തന്നെ നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ വീണ്ടും പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പം ഇങ്ങനെ ഒരു ഗൂഢാലോചന വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ആവശ്യം.
നവീകരണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ദേശീയപാതയുടെ അംഗീകാരം പോലും നഷ്ടപ്പെടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ പലയിടത്തും നടന്നുവരുന്ന കർഷക പ്രക്ഷോഭങ്ങളെ ഹൈജാക്ക് ചെയ്ത വനത്തിനും വന്യജീവികൾക്കും വനപാലകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കുമെതിരെ തിരിച്ചുവിട്ട് കലാപാന്തരീക്ഷം സൃഷ്ടിക്കുകയും കാടിന് തീയിടുകയും ചെയ്യുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും തൽപര കക്ഷികളെയും കർഷക സമൂഹം തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരം നടപടികൾ അവസാനിപ്പിച്ച് വന്യമൃഗശല്യത്തിന് വനപാലകർ ശാശ്വത പരിഹാരം കാണണമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ, തോമസ് അമ്പലവേൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട്ടിലെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കർഷകർ ഇപ്പോൾ പ്രക്ഷോഭത്തിലാണ്. വടക്കനാട്, അങ്ങനെ പല സ്ഥലങ്ങളിലും അത് അവരുടെ ആവശ്യങ്ങൾ, കർഷകരുടെ ആവശ്യങ്ങൾ പൊതുവെ ന്യായവുമാണ്, പരിഹരിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ അടുത്ത കാലത്തായിട്ട് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം, ഇത്തരം സമരങ്ങളെ ഫോറസ്റ്റിൻ്റെമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരും അതേപോലെ തന്നെ ഒരു സംഘം തൽപര കക്ഷികളും മറ്റ് രാഷ്ട്രീയ ലാക്കുള്ളവരും രാഷ്ട്രീയ പാർട്ടികളെയും മറ്റ് സംഘടനകളെയും ഹൈജാക്ക് ചെയ്ത് ഇത്തരം സമരങ്ങളെ വനത്തിനും വന്യജീവികൾക്കും വനപാലകർക്കും മാത്രമല്ല പരിസ്ഥിതി പ്രവർത്തകർക്ക് കൂടി എതിരായി വിദ്വേഷ പ്രചരണം നടത്താനും നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുമുള്ളതായ ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 65 കോടി രൂപ മുടക്കി കൽപ്പറ്റ നഗരസഭ നടപ്പിലാക്കിയ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ കാരാപ്പുഴ പദ്ധതിയെ അഴിമതി പദ്ധതിയാക്കി മാറ്റി കുടിവെള്ളം മുട്ടിച്ച നഗരസഭയിലെ മുൻ UDF ഭരണസമിതിയെ തിരിച്ചറിയണമെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പദ്ധതി കേരള വാട്ടർ അതോറിറ്റി കോഴിക്കോട് പ്രൊജക്ട് ഡിവിഷനെ ഏൽപ്പിക്കുകയും 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി മുൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കാരണം അനന്തമായി നീളുകയുമാണ്. പദ്ധതി നിർവഹണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും മോണിറ്ററിംഗ് നടത്താൻ മുൻ ഭരണസമിതി നടപടി സ്വീകരിച്ചില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. UDF ഭരണസമിതി ഈ പദ്ധതി ടെൻഡർ നടപടികൾ ഇതൊക്കെ ചെയ്തത് ഒരു മാനദണ്ഡവും ഉണ്ടാക്കാതെ, ഒരു നിയമപരമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും ഉണ്ടാക്കാതെയാണ് ഈ പദ്ധതി കാരാപ്പുഴ പദ്ധതി പ്രൊജക്ട് ഡിവിഷൻ കോഴിക്കോടിന് ഏൽപ്പിച്ചിട്ടുള്ളത്, വാട്ടർ അതോറിറ്റിയുടെ. അതിനുശേഷം ആ പ്രൊജക്ട് ഡിവിഷനും ഇതിൻ്റെ കരാറുകാരും ചേർന്നുകൊണ്ട് വേണ്ടത്ര പരിശോധനയൊന്നും നടത്താതെ നഗരസഭയുടെ ചെയർമാൻ അംഗമായിട്ടുള്ള ടാഗാണ് ഇതിൻ്റെ പരിശോധന നടത്തേണ്ടത്. അത്തരത്തിലുള്ള ഒരു പരിശോധന, മോണിറ്ററിംഗ് സംവിധാനങ്ങളൊന്നും ഇല്ലാതെ 2 വർഷം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടത്. 2015 വരെ ഈ പദ്ധതി നിന്നു. 2015 ഭാഗികമായിട്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തത്. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരുന്നില്ല. റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം ബോധപൂർവം അട്ടിമറിക്കാൻ കരാറുകാർ ശ്രമിക്കുന്നതായി ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള മുട്ടിൽ പറഞ്ഞു. വൈത്തിരി താലൂക്കിൽ NFSA കോൺട്രാക്ടർ ഡെലിവറി കൊടുക്കുന്ന റേഷൻ സാധനങ്ങളിൽ തൂക്കക്കുറവ് വരുത്തി താലൂക്കിൽ വിതരണം നടത്തുന്നതായി വ്യാപകമായി പരാതികളുണ്ട്. ഇത്തരം നടപടികൾ തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിന് സംഘടന തയ്യാറെടുക്കുമെന്നും കുഞ്ഞബ്ദുള്ള മുട്ടിൽ പറഞ്ഞു. ഇപ്പോഴത്തെ റേഷൻ കടയിലുള്ള വിഷയം വെച്ചാൽ, ഇപ്പോൾ വൈത്തിരി താലൂക്കിൽ നടക്കുന്ന വിഷയം എന്താ വെച്ചാൽ, വൈത്തിരി താലൂക്കിൽ വിതരണം ചെയ്യുന്ന NFSA കോൺട്രാക്ടർ പൂർണ്ണമായും അഴിമതിയാണ് ചെയ്യുന്നത്. കാരണം കൊണ്ടുവരുന്ന സാധനങ്ങൾ ബില്ലിൽ 105 കിലോ ഉണ്ടെങ്കിൽ അത് റേഷൻ കടക്കാരൻ്റെ എത്തുമ്പോൾ 104 കിൻഡലോ അല്ലെങ്കിൽ 1 കിൻഡലോ 50 കിലോ 60 കിലോ ഒക്കെ കുറഞ്ഞുകൊണ്ടാണ് വിതരണം ഈ കോൺട്രാക്ടർ റേഷൻ കടക്കാരൻ്റെ സാധനങ്ങൾ കൊടുക്കുന്നത്. പഴയ രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റേഷൻ കടക്കാരനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോസ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണുള്ളത്. ഇപ്പോൾ അവസാനം വരുന്ന റേഷൻ കാർഡുകാരനും റേഷൻ കൊടുക്കാനില്ലാത്ത സാഹചര്യമാണ് വന്നിട്ട് ചേരാൻ പോകുന്നത്. റേഷൻ കടക്കാരനും റേഷൻ കാർഡ് ഉടമകളും തമ്മിൽ വലിയ പ്രയാസത്തിന് അത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ സപ്ലൈ ഓഫീസറും ജില്ലാ കളക്ടർ എന്നിത്യാദി ആളുകൾക്ക് റേഷൻ കടക്കാരുടെ സംഘടന എന്ന നിലയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് റേഷൻ
കട അടച്ചിട്ട് കൊണ്ടുള്ള സമരത്തിനെ കുറിച്ച് ആലോചിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്ത സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. പുൽപ്പള്ളി സ്വദേശികളായ അരുൺ, വരുൺ എന്നിവരുടെ ഭൂമി ബ്ലേഡ് മാഫിയ തട്ടിയെടുത്ത സംഭവത്തിൽ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ ഭൂമി തിരിച്ചുപിടിക്കുമെന്ന ബ്ലേഡ് വിരുദ്ധ ജനകീയ സമരസമിതി കൽപ്പറ്റയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സമിതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏകദേശം 70 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് ബ്ലേഡ് മാഫിയ തട്ടിയെടുത്തത്. 5 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയപ്പോൾ വീടിന്റെ ആധാരം ഉൾപ്പെടെ എല്ലാ രേഖകളും സംഘത്തെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇവർ സ്ഥലം മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ചതാണ് ബ്ലേഡ് വിരുദ്ധ ജനകീയ സമിതി. പാവപ്പെട്ട കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇത്തരക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അരുൺ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് 2013 മാർച്ച് മാസം 25-ാം തീയതി തുണ്ടത്തിൽ വർഗീസ്, ഭാര്യ ജോളി, അവരുടെ ഹസ്ബൻഡ് വർഗീസ് എന്നിവരിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ വായ്പ പലിശയ്ക്ക് അരുൺ ചന്ദ്രൻ മേടിച്ചു. ഇതിൽ അപ്പോൾ തന്നെ മേടിച്ചാരാന്ന് വെച്ചാൽ സണ്ണി തോമസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ആളാണ്. ഈ സണ്ണി തോമസ് എന്ന് പറഞ്ഞ ആൾ, അയാളാണ് 5 ലക്ഷം രൂപ 3 രൂപ പലിശയ്ക്ക് കൊടുക്കുന്നത്. അതിൽ നിന്നും 25,000 രൂപ ഇയാൾ അപ്പോൾ തന്നെ കമ്മീഷൻ മേടിക്കുകയും ബാക്കി 4,70,000 രൂപയാണ് അരുൺ ചന്ദ്രന് കയ്യിൽ കൊടുക്കുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ താലപ്പൊലി ഘോഷയാത്രയുടെ ബത്തേരി മാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയിറങ്ങി. വൈകിട്ട് 7 മണിയോടെ ബത്തേരി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ചെണ്ടമേളങ്ങളുടെയും അമ്മൻകുടം, കരകം, തേര്, ഗജവീരൻ തുടങ്ങിയവയുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര രാത്രി 11 മണിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. ഇതോടെ 7 ദിവസങ്ങളിലായി നടന്നുവന്ന ബത്തേരി മാരിയമ്മൻ ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. കടുത്ത വരൾച്ചയിൽ കിണറുകളും കുളങ്ങളും വറ്റിവരളുമ്പോൾ സുലഭമായി ശുദ്ധജലമൊരുക്കി കേണികൾ. ഒരു കാലത്ത് വയനാട്ടിൽ സർവ്വസാധാരണമായിരുന്ന ഇത്തരം കുടിവെള്ള സ്രോതസ്സുകൾ ഇപ്പോൾ അപൂർവമാണ്. നിലവിൽ ഇത്തരം കേണികളും സംരക്ഷിക്കാൻ നടപടികളില്ല. 1.5 മീറ്റർ ആഴത്തിൽ പനംകുറ്റികളിൽ നിറയെ ശുദ്ധജലം നിറഞ്ഞു നിൽക്കുന്ന കേണികൾ ഒരു കാലത്ത് ജില്ലയിൽ സർവ്വസാധാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് അപൂർവ കാഴ്ചയാണ്. ഏത് കടുത്ത വേനലിലും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകും എന്നതാണ് ഇത്തരം പനംകുറ്റിക്കേണികളുടെ പ്രത്യേകത. വേനൽ ശക്തി പ്രാപിച്ച ജില്ലയിലെ കിണറുകളും കുളങ്ങളും വറ്റി നാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ഇത്തരം പരമ്പരാഗത കേണികൾ ഗ്രാമവാസികൾക്ക് അനുഗ്രഹമാവുകയാണ്. ചതുപ്പ് നിലങ്ങളും വയലുകളും മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റിയതും നെൽകൃഷി കുറഞ്ഞതും ഇത്തരം കേണികളും അപ്രത്യക്ഷമാവാൻ ഇടയാക്കി. ഇതോടെ ഇത്തരം കേണികൾ വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ഒരു നാടിൻ്റെ ദാഹമകറ്റാൻ കഴിയുന്ന ഇത്തരം അപൂർവമായ കേണികൾ വേണ്ടത്ര പ്രാധാന്യം നൽകി സംരക്ഷിക്കാനും നടപടികളില്ല. 100 കണക്കിന് അടികൾ താഴ്ത്തിയ കുഴൽക്കിണറും കിണറുകളും വറ്റി വരളുമ്പോഴാണ് വെറും 1.5 മീറ്റർ മാത്രം ആഴമുള്ള കേണികൾ ജലസമൃദ്ധമായി നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ഏത് വേനലിലും ഈ വെള്ളം വറ്റാറില്ല. ഇവിടെയുള്ളവരൊക്കെ ഇതിൽ നിന്നാണ് അവസാനമാകുമ്പോൾ എടുക്കാറുള്ളത്. പിന്നെ എല്ലാ ഇതിലും വറ്റും. ഇത് ഏകദേശം ഒരു കുരവ് ആണ്, താഴ്ചയുള്ള ഒരു ഇതാണ്. പിന്നെ പണ്ട് മുതലേ ഉള്ളൊരു പനംകുറ്റിയാണിത്. അത് കാരണം ഇത് അങ്ങനെ വറ്റാറില്ല. ഇതുവരെയായിട്ടും വറ്റി കണ്ടിട്ടില്ല എന്നീ പറയാൻ പറ്റിയല്ല. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. കരിത്താസ് ഇന്ത്യയും ശ്രേയസും സംയുക്തമായി പ്രളയക്കെടുതിയിൽപ്പെട്ട് ദുരിതത്തിലായവർക്ക് അതിജീവനം എന്ന പേരിൽ ആടുകളെ വിതരണം ചെയ്തു. ബത്തേരി കരിവെള്ളക്കുന്നിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ടി.എൽ. സാബു വിതരണോദ്ഘാടനം നടത്തി. ഫാദർ മാത്യു അറമ്പൻകുടി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഫാദർ സെബാസ്റ്റ്യൻ, ഫാദർ തോമസ്, ബാബു അബ്ദുറഹ്മാൻ, റിനു പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് 200 വളർത്താടുകളെയാണ് നൽകിയത്. നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ പ്രളയത്തിൽ നിന്നും നമ്മുടെ കേരളം അതിജീവനത്തിന്റെ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിജീവനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗവൺമെന്റിനെ കൊണ്ട് മാത്രം നമുക്കുണ്ടായ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിരവധി സംഘടനകൾ സഹായങ്ങളുമായി നമ്മുടെ ജനങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കാൻ
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഏറ്റവും വലിയ സഹായങ്ങൾ പ്രളയ ദുരിതരായ ആളുകൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും നിരാലംബർക്കും ഒക്കെ ഏറ്റവും വലിയ സഹായം ചെയ്യുന്ന ഒരു സംഘടനയാണ് ശ്രേയസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പടിഞ്ഞാറത്തറ കാപ്പംകുന്നിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിന് MSDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ നിർവഹിച്ചു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ തമ്പി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു. വയനാട് സിംഗേഴ്സ് ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് 8-ന് കൽപ്പറ്റ വിജയ പമ്പ് ഗ്രൗണ്ടിൽ സിനിമാ താരം അനു സിത്താരയ്ക്ക് പൗരസ്വീകരണവും മലയാളികൾക്ക് പ്രിയപ്പെട്ട കലാഭവൻ മണി അനുസ്മരണവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് സിംഗേഴ്സ് ഗ്രൂപ്പിലെ ഗായകർ അവതരിപ്പിക്കുന്ന പാട്ടുത്സവവും നടക്കും. കേരളത്തിന്റെ കലാ സാംസ്കാരിക സാമൂഹ്യ സേവന മേഖലകളിൽ സജീവമായ സംഘടനയാണ് സിംഗേഴ്സ് ഗ്രൂപ്പ് വയനാട്. ഞങ്ങൾ ഈ പരിപാടിയോടനുബന്ധിച്ച് കൽപ്പറ്റക്കാരി തന്നെയായ മലയാള സിനിമയിലെ ഇന്നത്തെ സൂപ്പർസ്റ്റാർ സിനിമാ താരമായ അനു സിത്താരയ്ക്ക് ഒരു സ്വീകരണ പരിപാടിയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിൽ കൽപ്പറ്റയ്ക്ക് ഒരു പ്രത്യേക പരിഗണന തന്നെ ഈ കാര്യത്തിലുണ്ട്. കലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എന്നും വളരെ തനിമ പുലർത്തുകയും എന്നും വളരെ ഉയർച്ചയിൽ നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കൽപ്പറ്റ. അപ്പോൾ ആ കൽപ്പറ്റയുടെ ഒരു പ്രിയപ്പെട്ട കലാകാരി എന്ന നിലയ്ക്കാണ് ഈ കലാഭവൻ മണിയുടെ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ വാർഷികവും അതോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനവും നടത്തുന്നത്. അമ്പലവയൽ RARS ക്യാമ്പസിൽ കാർഷിക പ്രദർശന വിപണനമേള സുഗന്ധി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. RARS മേധാവി ഡോക്ടർ അജിത് കുമാർ, ആത്മ ഡയറക്ടർ ബെന്നി ജോസഫ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസ് ഷാജി അലക്സ് തുടങ്ങിയവർ സംബന്ധിച്ചു. മേള മാർച്ച് 8-ന് സമാപിക്കും. കർഷകർ, കർഷക സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ, വിവിധ സംരംഭകത്വ ഗ്രൂപ്പുകൾ തുടങ്ങിയവയുടെ പ്രദർശന സ്റ്റാളുകൾ മേളയിലുണ്ട്. മേളയിൽ പ്രവേശനം സൗജന്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീപിടുത്തം. മാനന്തവാടി ജില്ലാ ജയിലിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ തീപിടുത്തമുണ്ടായത്. 2 ഏക്കറോളം സ്ഥലത്തെ അടിക്കാടുകൾ കത്തിനശിച്ചു. മാനന്തവാടി ഫയർഫോഴ്സ് എത്തി അരമണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. രൂക്ഷമായ വന്യമൃഗശല്യത്താൽ കൃഷി ഇറക്കാനാകാതെ കന്നുകാലി വളർത്തലിൽ സജീവമായി വനാതിർത്തിയിലെ കർഷക ജനത. കാര്യമായി ലാഭമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഉപജീവനത്തിനുള്ള മാർഗമായിട്ടാണ് കർഷകർ കന്നുകാലി വളർത്തലിനെ കാണുന്നത്. കൃഷി ചെയ്യുന്ന വിളകളെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് കൃഷി ഉപേക്ഷിച്ച് വനയോര കർഷകർ ഇപ്പോൾ കന്നുകാലി വളർത്തലിൽ സജീവമായിരിക്കുന്നത്. ജില്ലയിലെ വനാതിർത്തി ഗ്രാമങ്ങളിലെ എല്ലാം അവസ്ഥ ഇപ്പോൾ ഇതുതന്നെയാണ്. കന്നുകാലികളെ വളർത്തിയുള്ള ജീവിതവും പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. കടുവയടക്കമുള്ള വന്യമൃഗങ്ങൾക്ക് വളർത്തുമൃഗങ്ങൾ ഇരയാകുന്നതാണ് ഇതിൽ പ്രധാനം. ഇത്തരം പ്രതിസന്ധികളെ മറികടന്നാണ് വനാതിർത്തികളിലെ കർഷകർ ഇതിലൂടെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുന്നത്. കാര്യമായ ലാഭമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നു എന്നതാണ് കന്നുകാലി വളർത്തലിലേക്ക് കർഷകരെ എത്തിക്കുന്നത്. കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആനയും പന്നിയും മാനും എല്ലാം കൃഷി നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കന്നുകാലി വളർത്തൽ അതിപ്പോൾ ഒരു മെച്ചമായി തോന്നുന്നുണ്ട്. കറവ പശുക്കളെ വളർത്തുക, ഒരു മാസം ഒരു 10,000 ഒക്കെ കിട്ടും. അത് കിട്ടുമ്പോൾ ഇതിങ്ങളെ ശല്യം തന്നെയാണ്. കടുവയും അതിനും ഇതൊക്കെ കന്നുകാലികളെ വളർത്തുന്നത്. വയനാട് വിഷൻ, ബത്തേരി. കാർഷിക പുരോഗമന സമിതി ഏർപ്പെടുത്തിയ മികച്ച കർഷകനുള്ള അവാർഡ് ജില്ലാ കളക്ടർ AR രാജകുമാർ ചെറുവയൽ രാമന് സമ്മാനിച്ചു. 11,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സമിതി ചെയർമാൻ PM ജോയ് അധ്യക്ഷത വഹിച്ചു. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ചെറുവയൽ രാമന് കർഷകശ്രീ അവാർഡ് നൽകാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും PM ജോയ് പറഞ്ഞു. ചടങ്ങിൽ HM ഗോപി, വിച്ചാരത്ത് കുഞ്ഞിരാമൻ എന്നിവരെയും ആദരിച്ചു. പരമ്പരാഗത നെൽകൃഷിയുടെ സംരക്ഷകർ, കാരണം നമ്മുടെ ജില്ലയിൽ ഒരു കാലത്ത് വയനാട് എന്ന് പറയുന്ന നമ്മുടെ ഈ വയനാട് പല നെൽവിത്തുകളും അന്യം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ അതെല്ലാം സംരക്ഷിച്ചുകൊണ്ടുവരുന്ന കാർഷിക രംഗത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു സാധാരണക്കാരൻ. അദ്ദേഹമാണ് ഇത് നമ്മുടെ ആദരവ് അല്ലെങ്കിൽ നമ്മുടെ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അത് ബഹുമാനായിട്ടുള്ള ചെറുവയൽ രാമനാണ്. കൽപ്പറ്റ നഗരസഭയുടെ മുൻ ചെയർമാനും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും നാടക പ്രവർത്തകനുമായ TS രാധാകൃഷ്ണന്റെ സ്മരണാർത്ഥം TS പഠന കേന്ദ്രം നാടിന് സമർപ്പിക്കാനിരിക്കുന്ന വേളയിൽ തന്റെ ജൂനിയറും സഹപ്രവർത്തകനും സുഹൃത്തുമായ TSനെ കുറിച്ച് ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് PA മുഹമ്മദ്. അതുല്യനായ ഒരു സംഘാടകനായിരുന്ന TS നാടക നേതാക്കന്മാരുടെയും കലാ സാംസ്കാരിക രംഗത്തുള്ള ബന്ധവും വെച്ചാണ്
രാഷ്ട്രീയത്തിൽ എത്തുന്നത്. അവിടെ നിന്ന് രാഷ്ട്രീയപരമായ പല മേഖലകളിലും TS പ്രവർത്തിച്ചിട്ടുണ്ട്. TSന്റെ വിയോഗം പ്രസ്ഥാനത്തിന് തീരാൻ നഷ്ടമായിരുന്നെന്നും PM മുഹമ്മദ് പറയുന്നു. നല്ല കൃഷിക്കാരനാണ് അദ്ദേഹം. അപ്പോൾ കാർഷിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം കൂടുതൽ സജീവമായി വന്നത്. അങ്ങനെ കർഷക സംഘത്തിൻ്റെ വയനാട് ജില്ലയിലെ സെക്രട്ടറി, പ്രസിഡന്റ് സ്ഥാനങ്ങൾ അടക്കം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടാണ് അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് പ്രവർത്തിക്കുന്നത്. ഈ രംഗത്ത് കാപ്പി കൃഷിക്കാരുടെ ഒരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും വലിയ സമര പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ പാർലമെൻറ്റ് മാർച്ച് നടത്തി അവിടെ 15 ദിവസം ജയിലിൽ കിടക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ ഡോക്ടർ സുനിൽ P. ഇളയിടം നിർവഹിക്കും. ജില്ലയിലെ കലാ സാംസ്കാരിക രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ ഒരുക്കുകയാണ് പഠന കേന്ദ്രത്തിന്റെ ലക്ഷ്യം. വീണ്ടും പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ മാനന്തവാടിയിൽ നടന്നു. കേബിൾ TV മേഖലയിലെ പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് OR കേളു MLA. കുത്തകകൾക്കെതിരെ സമരം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും MLA. കർഷകർക്ക് പ്രതീക്ഷ. ജപ്തി നടപടികൾ നിർത്തിവെച്ച് ഡിസംബർ 31 വരെ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ കടാശ്വാസ നടപടികളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ. കൽപ്പറ്റ നഗരസഭ മുൻ UDF ഭരണസമിതിക്കെതിരെ LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ. മുൻ ഭരണസമിതി കാരാപ്പുഴ പദ്ധതിയെ അഴിമതി പദ്ധതിയാക്കി മാറ്റിയെന്നും നേതാക്കൾ. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്നുവരുന്ന കർഷക പ്രക്ഷോഭങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ കർഷക സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന വയനാട് പ്രകൃതി സംരക്ഷണ സമിതി. വന്യമൃഗശല്യത്തിന് വനപാലകർ ശാശ്വത പരിഹാരം കാണണമെന്നും പ്രകൃതി സംരക്ഷണ സമിതി. റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം കരാറുകാർ അട്ടിമറിക്കുന്നതായി ഓൾ കേരള റേഷൻ അസോസിയേഷൻ. ഇത്തരം നടപടികളോട് പ്രത്യക്ഷ സമരമെന്നും അസോസിയേഷൻ. പുൽപ്പള്ളിയിൽ ബ്ലേഡ് മാഫിയ ഭൂമി തട്ടിയെടുത്ത സംഭവം. നടപടി ഉണ്ടായില്ലെങ്കിൽ ഭൂമി തിരിച്ചുപിടിക്കുമെന്ന് ബ്ലേഡ് വിരുദ്ധ ജനകീയ സമിതി. കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇത്തരക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും സമരസമിതി. NH 766ന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ. ദേശീയപാത അതോറിറ്റിയും വനംവകുപ്പും തമ്മിലുള്ള തർക്കമാണ് നവീകരണം നീളാൻ കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.